പെരിങ്ങോം ഇരട്ടക്കുളത്തിന്റെ നവീകരണം സാധ്യമാക്കണം. എംഎൽഎക്ക് നിവേദനം നൽകി റെസിഡൻസ് അസോസിയേഷൻ. ദിസ് ന്യൂസ് ഈസ് ബ്രോട്ട് യു ബൈ ആർജി ഗോൾഡ് JMUP സ്കൂളിന് മുൻവശം ചെറുപുഴ. പെരിങ്ങോം ഇരട്ടക്കുളം പ്രദേശത്തിന്റെ സംരക്ഷണത്തിനും നവീകരണത്തിനും നടപടികൾ വേണമെന്നാവശ്യപ്പെട്ട് ഇരട്ടക്കുളം റെസിഡൻസ് അസോസിയേഷൻ വി കുഞ്ഞികൃഷ്ണൻ MLAക്ക് നിവേദനം നൽകി. റെസിഡൻസ് അസോസിയേഷന്റെ വാർഷിക ജനൽബോഡി യോഗത്തിൽ വെച്ച് അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് P. രാമചന്ദ്രൻ നിവേദനം വായിച്ചവതരിപ്പിച്ചാണ് MLAക്ക് കൈമാറിയത്. ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് ലഭിക്കണം എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു നിവേദനം, രണ്ട് നിവേദനങ്ങൾ നമ്മുടെ MLAക്ക് കൊടുക്കാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇരട്ടക്കുളത്തിന്റെ ശരിയായ പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മൾ സാധാരണഗതിയില് നമ്മള് ഇരട്ടക്കുളം എന്നുള്ള പേര് തന്നെ ഉണ്ടായിട്ടുള്ളത് ഈ രണ്ട് കുളങ്ങൾ ഇവിടെ ഉണ്ടായത് കൊണ്ടാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ സ്വാഗത പ്രസംഗത്തില് സൂചിപ്പിക്കുകയുണ്ടായി. അത് മാത്രമല്ല, ഏറെ ചരിത്ര പ്രാധാന്യമുള്ള ഒരു സ്ഥലം കൂടിയാണ് നമ്മുടെ ഇരട്ടക്കുളം എന്ന് നമുക്ക് അഭിമാനത്തോടു കൂടിയിട്ട് പറയാൻ വേണ്ടി സാധിക്കും. കാരണം എല്ലാ കർഷക പോരാട്ടങ്ങളുടെയും ഭൂമികയായിട്ടുള്ള അല്ലെങ്കിൽ അതിന് സാക്ഷ്യം വഹിച്ചിട്ടുള്ള സ്ഥലം കൂടിയാണ് ഇരട്ടക്കുളം. 2001 ഇവിടെയുള്ള പ്രദേശങ്ങളൊക്കെ മിച്ചഭൂമിയായിട്ട് കൊടുക്കാൻ വേണ്ടി ഗവൺമെന്റ് തയ്യാറെടുത്തപ്പോഴാണ് എല്ലാവർക്കും 25 സെന്റ് വീതം ആയിരക്കണക്കിന് മിച്ചഭൂമി അളന്നു കൊടുത്ത ആ സമയം മുതലാണ് ഇവിടെ വീടുകൾ പ്രത്യക്ഷപ്പെടാൻ വേണ്ടി തുടങ്ങിയത്. ഇന്ന് ഏകദേശം ഒരു മാസത്തിൽ 2ഉം 3ഉം വീടുകൾ എന്നുള്ള രൂപത്തിൽ ഈ പാറപ്രദേശത്ത് ഉയർന്നു വരികയാണ്. ഇവിടെ ഏറ്റവും കൂടുതൽ ജലലഭ്യത കൂടുതലായിട്ടുള്ള നമ്മുടെ ഇരട്ടക്കുളം സംരക്ഷിക്കേണ്ടുന്ന ആവശ്യകത നമ്മൾ എടുത്തു പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ ബഹുമാനപ്പെട്ട MLAക്ക് ഈ നിവേദനം സമർപ്പിക്കുന്നത്. സാധ്യതകൾ ഈ പ്രദേശത്തിന് തൊട്ടടുത്തു തന്നെയുള്ള പെരിങ്ങോം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 100 കണക്കിന് വിദ്യാർത്ഥികൾക്ക് അവരുടെ പ്രായോഗിക ശാസ്ത്ര പഠനത്തിനും പ്രകൃതി നിരീക്ഷണത്തിനും ലബോറട്ടറിക്ക് പുറത്തുള്ള ഒരു മികച്ച പഠന കേന്ദ്രമായി ഈ കുളവും പരിസരവും ഉപയോഗപ്പെടുത്താൻ സാധിക്കണം. 2, ചെറുവത്തൂർ വഴി ചീമേലി, പെരിങ്ങോം, ഇരട്ടക്കുളം, മാതമംഗലം വഴി തളിപ്പറമ്പിലേക്ക് ഒരു KSRTC കൂടി അനുവദിച്ചു തരാനുള്ള നടപടികൾ നമ്മുടെ MLAയുടെ നേതൃത്വത്തിൽ നടത്തി തരണം എന്ന് മാത്രമാണ് ചുരുങ്ങിയ വാക്കുകളിൽ പറയാനുള്ളത്. ഏതായാലും നാടിന്റെ അഭിമാനമായി മാറിയ 23 വിദ്യാർത്ഥികളെ ചടങ്ങിൽ അനുമോദിച്ചു. തുടർ പഠനങ്ങളിൽ ഇനിയും മികവ് നേടണമെന്നും നാടിനു വേണ്ടി സമൂഹത്തിനു വേണ്ടി ശരിയായ പാതയിലൂടെ പ്രവർത്തിക്കുന്നവരായി മാറണമെന്നും MLA പറഞ്ഞു. വിജയമാഷ് പറഞ്ഞ ഒരു കാര്യമുണ്ട്. സാധാരണ അധ്യാപകരാണ് കുട്ടികളോട് ചോദ്യങ്ങൾ ചോദിക്കാറുള്ളതെങ്കിൽ ഇന്ന് അധ്യാപകരോട് ചോദ്യങ്ങൾ ചോദിക്കാൻ കഴിവുള്ളവരായി കുട്ടികൾ മാറിക്കൊണ്ടിരിക്കുക. അങ്ങനെ കുട്ടികൾ ചോദ്യം ചോദിക്കുമ്പോൾ അതിന് മറുപടി പറയുക, തൃപ്തികരമായ മറുപടി പറയുക എന്നത് അധ്യാപകരുടെ ചുമതലയാണ്. മറുപടി പറയാൻ സാധിക്കാത്ത അധ്യാപകൻ ചോദ്യം ചോദിച്ച കുട്ടിയെ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കി. വിജയമാഷ് പറഞ്ഞത്, ചോദ്യം ചോദിച്ച കുട്ടിയെ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കിയാൽ ആ ചോദ്യം ക്ലാസ് റൂമിനകത്ത് മുഴങ്ങിക്കൊണ്ടേയിരിക്കുന്ന, കാരണം ആ ചോദ്യത്തിന് ഉത്തരം കിട്ടുന്നത് വരെ ആ ക്ലാസ് റൂമിനകത്ത് ആ ചോദ്യം ഇങ്ങനെ മുഴങ്ങിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് കുട്ടികൾ ഉന്നയിക്കുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായ, വ്യക്തമായ, തൃപ്തികരമായ ഉത്തരം നൽകുക എന്നത് അധ്യാപകരുടെ ചുമതലയാണ്. ആ നിലയിലേക്ക് അധ്യാപകരെ പ്രാപ്തമാക്കാൻ സർക്കാർ തലത്തിൽ തന്നെ സംവിധാനങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ സ്വയം നവീകരണം എന്നതും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇതിന്റെ എല്ലാം ഫലമായിട്ടാണ് 100% വിജയം നേടുന്ന സ്കൂളുകളുടെ എണ്ണം കേരളത്തിൽ ഓരോ വർഷം കഴിയും തോറും കൂടി വരുന്നത്. ഏതാണ്ട് എത്രയോ സ്കൂളുകൾ
+2-നും അതേ നിലയിൽ ഗ്രേഡ് സമ്പ്രദായം നടപ്പിൽ വന്നതിന് ശേഷം വർഷം കഴിയുമ്പോഴും കൂടിക്കൂടി വരികയാണ്. ആ സ്കൂളിൽ ഈ A+ നേടിയത്. പ്രസിഡന്റ് സുകുമാരൻ പെരിങ്ങാലയുടെ അധ്യക്ഷതയിലാണ് അനുമോദന ചടങ്ങ് നടന്നത്. പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ പ്രജിതയും മറ്റു ഭാരവാഹികളും ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ഇരട്ടക്കുളം ഭാഗത്ത് സംരക്ഷണ നടപടിയും ജൈവ പരിസ്ഥിതി ക്ലബ്ബും വയോജന പാർക്കും ഉൾപ്പെടെ ഇരട്ടക്കുളത്തിന്റെ മുഖച്ഛായ മാറുന്ന സമഗ്രമായ പദ്ധതികൾ ഉൾക്കൊള്ളിച്ചും ഇതുവഴി KSRTC ബസ് അനുവദിക്കണമെന്നും നിവേദനത്തിൽ ആവശ്യപ്പെട്ടു. ഇരട്ടക്കുളം പരിസരവും സന്ദർശിച്ച MLA പദ്ധതിക്കായി നിയമപരമായി ചെയ്യാൻ കഴിയുന്നത് ചെയ്യുമെന്നും യോഗത്തിൽ ഉറപ്പു നൽകി. തുടർന്ന് 2026-27 വർഷത്തെ അസോസിയേഷൻ നയിക്കുന്നതിനുള്ള 15-അംഗ കമ്മിറ്റിയെ തെരഞ്ഞെടുത്തു. അസോസിയേഷൻ ഭാരവാഹികളായി C. പത്മനാഭൻ പ്രസിഡന്റ്, ഷബാന വൈസ് പ്രസിഡന്റ്, പൊന്നൻ രാമചന്ദ്രൻ സെക്രട്ടറി, ശ്രീകല ജോയിന്റ് സെക്രട്ടറി, നബിത മനോജ് ട്രഷറർ എന്നിവരെയും കമ്മിറ്റി അംഗങ്ങളായി പ്രദീപ്, സുകുമാരൻ, പുരുഷോത്തമൻ, ഷൈമ, ഷാനി, രമേശൻ, ലതീഷ്, ബാലകൃഷ്ണൻ, കുഞ്ഞിക്കണ്ണൻ, ആകാശ് എന്നിവരെയും തെരഞ്ഞെടുത്തു. ടൂറിസം വികസനത്തിന് ഏറെ സാധ്യതയുള്ള പ്രദേശമാണ് പെരിങ്ങോം ഇരട്ടക്കുളമെന്നും അതുകൊണ്ട് തന്നെ കണ്ണൂർ, മാതമംഗലം, ഓലയമ്പാടി, ഇരട്ടക്കുളം, പെരിങ്ങോം, ചീമേനി വഴി കാഞ്ഞങ്ങാടേക്ക് KSRTC ബസ് അനുവദിക്കണമെന്നും യോഗം ആവശ്യപ്പെട്ടു. സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പുതിയ മുഖമുദ്ര RJ ഗോൾഡ് ചെറുപുഴ. ഏറ്റവും മികച്ച ഡിസൈനുകളിൽ കമനീയമായ ആഭരണങ്ങൾ, മാറുന്ന കാലത്തിലെ മാറ്റത്തിന്റെ കലവറ. 916 BIS സ്വർണ്ണാഭരണങ്ങൾക്ക് നാളിതുവരെ കാണാത്ത കുറഞ്ഞ പണിക്കൂലി, മനസ്സിനിണങ്ങിയ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ, മലയോരത്തിന്റെ മടിത്തട്ടിൽ ഏറ്റവും മികമാർന്ന ആഭരണങ്ങളുമായി പുതിയ സ്ഥാപനം RJ ഗോൾഡ് JMUP സ്കൂളിന് മുൻവശം ചെറുപുഴ.